വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവമക്കളെല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ആമേ, നമ്മൾ കടന്നു പോകുന്നത് യുദ്ധത്തിൻ്റെതായ വലിയ പ്രതിസന്ധിയിലൂടെയാണ്. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകമായി നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ ആയിരിക്കുന്നവരും അല്ലാതെ നമ്മളെ ദൂരെ ആയിരുന്ന റൂമിൽ നിന്ന് കേൾക്കുന്നവരെയും എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരല്പസമയം ദൈവവചനം ധ്യാനിച്ച് ആമയെ പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു, യേശുവിൻ്റെ ക്രൂശ് എന്താണ്, ഈ രണ്ട് വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമ്മളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒന്നാമത് നമ്മൾ കണ്ടത് ക്രൂശ് ചുമന്ന ശീമോൻ അവിടെ നിൽക്കുന്നു. രണ്ടാമത് നമ്മൾ കണ്ടത് യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലായി 2 കള്ളന്മാരുണ്ട്. സ്തോത്രം, അവരെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. പിന്നെ നമ്മൾ കണ്ടത് യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ അനേകരുണ്ട്. ഒരു കൂട്ടരെ കടന്നു പോകുന്ന ഒരു കൂട്ടരെ. സ്തോത്രം, യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ യേശുവിനെ പരിഹസിക്കുന്ന ഒരു കൂട്ടര്. അടുത്തത് യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലെ വസ്ത്രം പങ്കിടുന്ന ഒരു കൂട്ടര്. സ്തോത്രം, കടന്നു പോകുന്നവരിങ്ങനെ പോകുന്നു. അവരെവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊന്നും നമുക്കറിയില്ല. അവിടെ എഴുതിയിരിക്കുന്നത് കടന്നു പോകുന്നു എന്നാണ്. സ്തോത്രം, അതിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് അവർ കടന്നു പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്നൊരു സഭ, നാളെ വേറൊരു സഭ, നാളെ കഴിഞ്ഞ് വേറൊരു സഭ, ഇങ്ങനെ പോക്കാണ് ഇവരുടെ തൊഴിൽ. ആ പോണ പോക്കില് അവർ മുകളിലോട്ടൊന്ന് നോക്കി. കാൽവറിയുടെ തൊട്ടു വടക്ക് ഭാഗത്തായിട്ട് ആ കുന്നിന്റെ ചെരുവിലൂടെ ഒരു മൺ റോഡുണ്ട്. ആ റോഡിൽ കൂടാണ് ഇവരിങ്ങനെ പോകുന്നത്. അവർ മുകളിലോട്ട് നോക്കിയിട്ട് ഒരു കമന്റ് പാസ്സാക്കി. അവർ പറയുകയാണ്, ആമേ തല കുലുക്കി അവനെ പരിഹസിച്ചു. നീ ഇറങ്ങി വാ ആമേ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. സ്തോത്രം, അവരെക്കുറിച്ച് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇന്നത്തെ ചിന്ത അതല്ല. സ്തോത്രം. രണ്ടാമത് ക്രൂശിന്റെ ചുവട്ടിൽ വസ്ത്രം പകുക്കുന്നവരെ. എന്താണ് നമുക്കതിന് മനസ്സിലാക്കാനുള്ളത്? അതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇവർക്ക് ക്രൂശിന്റെ ചുവട്ടിൽ ആകെ കൂടെ അവർ നോക്കി 10 പൈസ കിട്ടാൻ വഴിയില്ല. അപ്പോൾ അവര് നോക്കിയപ്പോൾ ഒറ്റ ഒരു ഇതേ ഉള്ളൂ, യേശുവിന്റെ വസ്ത്രം. അതിന് ശകലം പൈസ കിട്ടും. കാരണം യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അടി തൊട്ട് മോള് വരെ തുന്നലില്ലാതെ നെയ്ത വസ്ത്രമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഫുൾ റെഡിമെയ്ഡ് ആണ്. യേശുവിന്റെ അങ്കി അതിന് നല്ല വിലയുള്ളതാണ്. അപ്പൊ അവർ തീരുമാനിച്ചു, ഒരുത്തന് കിട്ടട്ടെ, നമുക്കിത് മുറിക്കണ്ട, ആരെങ്കിലും ഒരാൾക്ക് കിട്ടട്ടെ, നറുക്കിടാം. അങ്ങനെ സാമ്പത്തിക മുതലെടുപ്പിന് വേണ്ടി ക്രൂശിന്റെ ചുവട്ടിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ചീട്ടിടുന്ന കൂട്ടർ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഇവരെവിടെയാണ് തുടങ്ങിയത്? ഇവര് ഈ സാമ്പത്തിക മുതലെടുപ്പ് ഇവര് തുടങ്ങിയത് ദേവാലയത്തിനകത്ത്. സ്തോത്രം. യെരുശലേം ദേവാലയത്തിനകത്തായിട്ട് പ്രാകാരത്തിന് പുറത്ത് ജാതികൾക്ക് ആരാധന കൂടാൻ വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് ജാതികളുടെ പ്രാകാരമെന്ന. അവിടെ ഇവര് പടുത വലിച്ചു കെട്ടി ടെന്റുകൾ ഉണ്ടാക്കി അതിനകത്ത് അവരെന്ത് ചെയ്തു? ആമേ പലിശ ബാങ്കുകൾ സ്ഥാപിച്ചു. വിദേശ രാജ്യത്തു നിന്ന് വരുന്ന യഹൂദന്മാർക്ക് പണം മാറിയെടുക്കണം. കാരണം നേർച്ചയ്ക്ക് പുറത്തെ പണം ഇടാനൊക്കത്തില്ല. അങ്ങനെ ദേവാലയത്തിനകത്ത് ജാതികൾക്ക് ആരാധിക്കാൻ കൊടുത്ത സ്ഥലത്ത് തുടങ്ങി സാമ്പത്തിക മുതലെടുപ്പ്. ഹല്ലേലൂയ പറഞ്ഞേ. എന്നിട്ട് എന്ത് ചെയ്യുക? അവിടെ തന്നെ ഇവരെന്ത് ചെയ്യുക?
പ്രാക്കളെ വിറ്റ് കാശുണ്ടാക്കുക, ആടിനെ വിറ്റ് കാശുണ്ടാക്കുക. കർത്താവ് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയമാണ്. അങ്ങനെ ക്രൂശിന്റെ ചുവട്ടിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മുതലെടുപ്പ് നടത്തുന്ന കൂട്ടര് ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ചു. ഒരല്ലേലൂയ പറഞ്ഞ്. ഇന്നുകൊണ്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞ്, ബൈബിളിന്റെ പേര് പറഞ്ഞ് എങ്ങനെയെങ്കിലും സാമ്പത്തികം തട്ടിപ്പ് നടത്താൻ വേണ്ടി വെപ്രാളം കൊള്ളുന്നൊരു കൂട്ടരെ, സ്തോത്രം, സൂക്ഷിക്കണം കേട്ടോ. ക്രൂശിന്റെ ചവിട്ടി നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവര് വസ്ത്രം പങ്കിടുകയല്ല, അവര് ചീട്ടിടുകയാ. പുറമേയുള്ള വസ്ത്രമെല്ലാം അവർ പകുത്തെടുത്തു, അകത്തുള്ള യേശുവിന്റെ അങ്കി ചീട്ടിട്ട് നറുക്കിടുകയാണ്. അപ്പോൾ സാമ്പത്തികമായി മുതലെടുപ്പ് നടത്തുന്ന ഒരു കൂട്ടർ ക്രൂശിന്റെ ചുവട്ടിൽ കടന്നു പോകുന്ന ഒരു കൂട്ടർ, ക്രൂശ് ചുമക്കുന്ന ശിമിയോൻ അടുത്ത കൂട്ടര്, പിന്നെ ഇടത്തും വലത്തും കിടക്കുന്ന രണ്ട് കള്ളന്മാരെ, അവരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ക്രൂശിന്റെ ചുവട്ടിൽ ഇതുവരെയും വരാത്ത ചിലർ വരികയാണ്. ഒന്നുകൂടെ പറഞ്ഞ ചില രഹസ്യ ശിഷ്യന്മാർ യേശുവിനുണ്ടായിരുന്നു. അവരാരും പൊതുവിൽ വരികയില്ലായിരുന്നു, എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ അവർ വരികയാണ്. അതിലൊരാളാണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം എടുക്കാം, അതിന്റെ 23-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് വേഗത്തിൽ ഒന്ന് വായിക്കാം. സമയം കടന്നു പോവുകയാണ്, വേഗം വായിച്ചോണം കേട്ടോ. സ്തോത്രം, വേഗം വായിച്ച്. നഗരത്തിൽ നടന്ന ഒരു കലഹത്തിൻ നിമിത്തമും கொலைபாதகத்தின் நிமித்தமும் காவலிலே வைக்கப்பட்டிருந்தார். യോഹന്നാന്റെ സുവിശേഷം 19:38 കൂടെ വായിക്കാം, വേഗം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 19:38. இவைகளுக்கு பின்பு அரிமத்தியா ஊரானும் யூதருக்கு பயந்ததினால் இயேசுவுக்கு அந்தரங்க சீஷனுமாகிய யோசேப்பு യേശുവിൻ ശരീരത്തെ എടുത്തുകൊണ്ട് പോകുമ്പടി പിലാത്തുവിനിടത്തിൽ ഉത്തരവ് കേട്ടാർ. മതി. അതേ പാരഗ്രാഫിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ കാണുമ്പോൾ അവിടെ കാണുന്നത് രണ്ട് ശിഷ്യന്മാരെ യേശുവിനെ രഹസ്യമായിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്, നിക്കോദിമോസ്. അദ്ദേഹം യഹൂദന്മാരെ പേടിച്ചിട്ട് പരസ്യമായി യേശുവിനെ സ്വീകരിക്കാനോ യേശുവിനെ ആരാധിക്കാനോ തയ്യാറാകാത്ത ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് രഹസ്യ ശിഷ്യന്മാരും യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ പരസ്യമായിട്ട് വരികയാണ്. ഇതുവരെ ഒരു പൊതുനിലകളിലൊന്നും പൊതു സ്ഥലങ്ങളിൽ ഒന്നും വന്നിട്ടില്ല. ഇതുവരെയും പൊതു ആരാധനയിൽ അവർ കൂടിയിട്ടില്ല. അവർ യേശുവിന്റെ അടുക്കൽ പരസ്യമായി വന്നിട്ടില്ല. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ അവർ വന്നു. ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. അതിൽ രണ്ടുപേരെ എടുത്തു പറയുന്നു. ഒന്ന് നിക്കോദിമോസ്, മറ്റൊന്ന് അരിമത്യയിലെ ജോസഫ്. യഹൂദന്മാരുടെ ഇടയില് ഒരു പ്രധാനപ്പെട്ട മന്ത്രി. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ, സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ കാൽപ്പാടുകൾ ബേഥലഹേമിൽ നിന്ന് ആരംഭിക്കുന്നു കേട്ടോ. അത് എവിടെ അവസാനിക്കുന്നു? ഗെത്സമന തോട്ടത്തിൽ. ഗെത്സമന തോട്ടത്തിൽ യേശുവിന്റെ അന്തിമ പീരീഡാണ്, യേശുവിന്റെ ലാസ്റ്റ് പീരീഡാണ്. അവിടെ യേശുവിന്റെ കാൽപാദങ്ങൾ അവസാനിക്കുകയാണ്. പിന്നെ യേശുവിന് ഈ ഭൂമിയിൽ യാത്രയില്ല, ജീവിതമില്ല. അടുത്തത് ക്രൂശിലേക്കാണ് യേശു പോകുന്നത്. ആ ഗെത്സമന തോട്ടത്തിൽ യേശുവിന്റെ കാൽപ്പാടുകൾ അവസാനിക്കുന്നു. അത് അന്തിമ പീരീഡ്, ലാസ്റ്റ് പീരീഡ് ഗെത്സമന. സ്തോത്രം. രണ്ട് നീതികൾ നിറവേറുന്ന സ്ഥലം ഗെത്സമന. ന്യായപ്രമാണത്തിന്റെ നീതി പാപിയെ വെറുതെ വിടണം, സ്തോത്രം, പാപി ശിക്ഷിക്കപ്പെടണം. പുതിയ നിയമത്തിന്റെ നീതി പാപിയെ വെറുതെ വിടണം. ഈ രണ്ട് നീതിയും ഈ ഭൂമിയിൽ നിറവേറ്റുവാൻ ഒരു അവതാരങ്ങൾക്കും കഴിഞ്ഞില്ല. എന്നാൽ യേശു അത് ഗെത്സമനായിൽ നിറവേറ്റി. യേശു പറഞ്ഞു, പിതാവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തിന്റെ നീതിയായിരിക്കുന്ന ശിക്ഷ യേശു ഏറ്റെടുക്കുകയാണ്. സ്തോത്രം. കൃപയുടെ നീതി പ്രകാരം പാപിയെ വെറുതെ വിടുകയാണ്. അങ്ങനെ രണ്ടു നീതിയും ഒരുപോലെ നമ്മുടെ കർത്താവ് ഗെത്സമന തോട്ടത്തിൽ നിറവേറ്റുകയാണ്. അതാണ് ഗെത്സമനായുടെ പ്രത്യേകത. അടുത്തതേക്ക് നമ്മൾ വരും
വരുമ്പോൾ ഗെത്സമനായിൽ യേശുവിന്റെ ഒരു പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഗെത്സമനായിൽ യേശുവിനെ എല്ലാരും കൈവിട്ട സ്ഥലമാണ്. പിതാവേ പിതാവേ, നീ എന്നെ കൈവിട്ടത് എന്തേ എന്ന് യേശു ചോദിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. തന്റെ കൂടെ 3.5 വർഷം നടന്ന ശിഷ്യന്മാര് ഏറ്റവും ഒടുവിൽ യേശു 3 പ്രാവശ്യം അവരോട് പറഞ്ഞു, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, എന്നെ ഒന്ന് സഹായിക്കുക, എനിക്ക് വേണ്ടി ഒന്ന് ഉണർന്നിന്ന് പ്രാർത്ഥിക്കുക. അവര് കൈവിട്ട് കളഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. അവർ ഉറങ്ങുകയായിരുന്നു. അങ്ങനെ യേശുവിനെ എല്ലാവരും കൈവിടപ്പെട്ട സ്ഥലമാണ് ഗെത്സമന. നീതി നിറവേറിയ സ്ഥലമാണ് ഗെത്സമന. ഗെത്സമനയിൽ യേശു പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥനയുടെ സ്ഥലമാണ് ഗെത്സമന. ഗെത്സമനയിൽ യേശു സമർപ്പിക്കുകയായിരുന്നു. പിതാവേ, നിന്റെ ഹിതം നടക്കട്ടെ. അങ്ങനെ ഗെത്സമനയിൽ യേശു തന്നെ സമർപ്പിച്ച് കർത്താവ് എന്ത് ചെയ്തു? പീലാത്തോസിന്റെ കൊട്ടാരത്തിന്റെ വാതിക്കൽ നിന്നും ക്രൂശ് എടുത്തുകൊണ്ട് കാൽവരിയിലേക്ക് ഒരു വിലാപയാത്ര. ആ വിലാപയാത്ര ഇങ്ങനെ പോകുകയാണ്. അതങ്ങ് കാൽവരിയിൽ അവസാനിക്കുകയാണ്. നമ്മുടെ യേശുവിന്റെ പ്രത്യേകത അറിയാവോ? ഒന്നാമത്തെ പ്രത്യേകത, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യം, എല്ലാം നിറയ്ക്കുന്നവൻ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായ സഭ. ഹല്ലേലൂയ പറയാം. നമ്മുടെ കർത്താവ് നിറയ്ക്കുന്നവനാണ്. ഒരിക്കൽ അവൻ 12 കൊട്ട അപ്പം നിറച്ചു. ഹല്ലേലൂയ പറഞ്ഞ് 5000 പുരുഷന്മാർക്ക് കൊടുത്തതിന് ശേഷം 12 കൊട്ട നിറച്ചവൻ. ഒരിക്കൽ പടക് മുങ്ങുമാറാകുവോളം മീൻ നിറച്ചവൻ. ഒരിക്കൽ 153 വലിയ മീനുകളെ കൊണ്ട് വല നിറച്ചവൻ. ഒരിക്കൽ 7 വട്ടി അപ്പം നിറച്ചവൻ. സ്വത്രം പറഞ്ഞാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അങ്ങനെ നമ്മുടെ യേശു നിറയ്ക്കുന്നവനാണ്. ശൂന്യത ഉള്ളിടത്തെല്ലാം, ഇല്ലായ്മ ഉള്ളിടത്തെല്ലാം കാലിയായി കിടക്കുന്നവരോട് ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, നിന്റെ ജീവിതം ഇതുവരെയും ശൂന്യമാണെങ്കിൽ എല്ലാം നിറയ്ക്കുന്ന യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാം നിറയ്ക്കുന്ന യേശു ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ഇനി യേശുവിന്റെ പ്രത്യേകത അറിയാവോ? രണ്ടാമത് യേശുവിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? 2-3 പേര് കൂടിയാൽ അവരുടെ നടുവിൽ വരുന്നവൻ. മൂലയ്ക്ക് വരുന്നവനല്ല, അരികിൽ വരുന്നവനല്ല, നടുവിൽ വരുന്ന യേശു. നിങ്ങൾ നോക്കുക, യെരുശലേമിന്റെ നടുവിൽ യേശു ജനിക്കുന്നു. 2-3 പേര് കൂടിയാൽ അവരുടെ നടുവിൽ യേശു ഉണ്ട്. പിന്നെ കാൽവരിയിലേക്ക് നോക്കുക, 2 കള്ളന്മാരുടെ നടുവിൽ യേശു കിടക്കുന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, സ്വർഗത്തിൽ സിംഹാസനത്തിന്റെ നടുവിലിരിക്കുന്നവൻ. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ ലോകത്തിലേക്ക് നോക്കുക, AD എന്നും BC എന്നും തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ നടുക്ക് നിൽക്കുന്ന യേശു, സിംഹാസനത്തിന്റെ നടുക്ക് നിൽക്കുന്ന യേശു, 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ നിൽക്കുന്ന യേശു. പിന്നെ നമ്മൾ എന്താ കണ്ടത്? 12-ാമത്തെ വയസ്സിൽ ന്യായശാസ്ത്രിമാരുടെ മൂലക്കല്ല, നടുക്ക് നിൽക്കുന്ന യേശു. പല ദൈവങ്ങളും മൂലയ്ക്ക് മാത്രം ഇരിക്കുമ്പോൾ, പല ദൈവങ്ങൾ ചില സ്റ്റേറ്റിൽ മാത്രം ഇരിക്കുമ്പോൾ, പല ദൈവങ്ങളും പല രാജ്യത്ത് മാത്രം ഇരിക്കുമ്പോൾ, നമ്മുടെ യേശു ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങിയിരിക്കുന്ന യേശു അല്ല. നമ്മുടെ യേശു ഒരു രാജ്യത്ത് ഒതുങ്ങുന്നവരല്ല. ചരിത്രത്തിന്റെ നടുക്ക് നിൽക്കുന്നവൻ, സ്വർഗത്തിൽ സിംഹാസനത്തിന്റെ നടുക്കിരിക്കുന്നവൻ. 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ വരുന്നവൻ. സോർ സീദോൻ ദേശത്തിന്റെ നടുവിൽ കൂടെ പോയ യേശു. ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, യേശു നമ്മുടെ നടുവിലുണ്ട്. യേശു നമ്മുടെ നടുവിലുണ്ട്. എല്ലാം നിറയ്ക്കുന്നവൻ ഈ രാത്രി നമ്മുടെ നടുവിലുണ്ട്. അവൻ ഒരിക്കൽ 5000 പുരുഷന്മാർക്ക് കൊടുത്തിട്ട് 12 കൊട്ട അപ്പം നിറച്ചവൻ. പത്രോസിന്റെ പടക് മുങ്ങുമാറാകുവോളം നിറച്ചവൻ. ഹല്ലേലൂയ പറ. 153 വലിയ മീനുകളെ കൊണ്ട് വല മുഴുവനും നിറച്ചവൻ. പ്രൈസ് ദി ലോർഡ്. ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചവൻ. പ്രൈസ് ദി ലോർഡ്. നിറയ്ക്കുന്ന യേശു, നിറയ്ക്കുന്ന യേശു. ആമേനാം. എവിടെയെല്ലാം ശൂന്യതയുണ്ടോ, എവിടെയെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അവിടെയെല്ലാം നമ്മുടെ യേശു നിറയ്ക്കും. ഞാൻ പെട്ടെന്ന് മടങ്ങി വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്ത് 2 ശിഷ്യന്മാരെ നമുക്ക് കാണാം. യേശു കാൽവരി കുന്നിൽ ക്രൂശിൽ കിടക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. ഏതാണ്ട് 6 മണിക്കൂറോളം യേശു ക്രൂശിൽ കിടക്കുന്നു. ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. യേശു ക്രൂശിൽ മരിച്ചു.
സ്തോത്രം. ക്രൂശിൽ മരിച്ചു. സ്തോത്രം. യഹൂദന്മാര് വിചാരിച്ചത് യേശുവിന്റെ ശവശരീരം ക്രൂശിൽ കിടന്ന് ചീഞ്ഞ് നാറി അത് ഒരു പരിഹാസ വിഷയമായി മാറും, അതൊരു നിന്ദയായി മാറുമെന്ന് അവർ ചിന്തിച്ചു. പിശാച് ചിന്തിച്ചത് യേശു ക്രൂശിൽ കിടന്ന് ചീഞ്ഞ് നാറും, യേശുവിന്റെ ശവമടക്കാൻ ആരും കാണുകയില്ല. ലോകം അങ്ങനെ ചിന്തിച്ചു, യഹൂദന്മാരങ്ങനെ ചിന്തിച്ചു, പിശാച് അങ്ങനെ ചിന്തിച്ചു. യേശുവിന്റെ ശവശരീരം അവിടെ കിടന്ന് വെയിലുകൊണ്ടും മഞ്ഞുകൊണ്ടും അത് ഏറ്റെടുക്കാൻ ആളില്ലാതെ എല്ലാവരുടെയും മുൻപാകെ അതൊരു നിന്ദിക്കപ്പെട്ട അവസ്ഥയില്, ഒരു പരിഹാസമായ അവസ്ഥയില് അതാ ക്രൂശിൽ കിടക്കുമെന്ന് ചിന്തിച്ചു. പക്ഷേ പിതാവായ ദൈവം ആ രാജ്യത്തെ ഏറ്റവും വലിയ മന്ത്രിയെ, യേശുവിന്റെ ശവശരീരം മാന്യമായി ശവടക്കുവാൻ, യേശുവിന്റെ ശവശരീരത്തിൽ കൊടുക്കാവുന്ന എല്ലാ മാന്യതയും കൊടുത്ത് അതിനെ ശവടക്കുവാൻ പിതാവായ ദൈവം രഹസ്യ ശിഷ്യന്മാരെ കരുതിയിട്ടുണ്ടായിരുന്നു. ഒരല്ലേലിയ പറഞ്ഞ് ഈ രാത്രി എനിക്ക് അതാണ് പറയാനുള്ളത്. ആമേൻ. കർത്താവിന്റെ ശരീരം നിന്ദിക്കപ്പെടുവാൻ പിതാവ് അനുവദിച്ചില്ല. കർത്താവിന്റെ ശരീരം ആ ക്രൂശിൽ കിടന്ന് ഈച്ച പിടിക്കാൻ ദൈവം അനുവദിച്ചില്ല. അത് പരിഹാസമാകാൻ ദൈവം അനുവദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഞാൻ പറയട്ടെ, അവന്റെ ശരീരമാണ് സഭ. സഭ ഒരിക്കലും നിന്ദിക്കപ്പെടുവാൻ, സഭ ഒരിക്കലും പരിഹാസമാകുവാൻ, സഭ ഒരിക്കലും ലോകത്തിന്റെ മുൻപാകെ നിന്നാപാത്രമായി തീരുവാൻ പിതാവായ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ ശവശരീരം ഏറ്റെടുക്കാൻ യോസഫിനെ നേരത്തെ ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു, നിക്കോദിമോസിനെ ദൈവം കരുതിയിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ഈ രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, ദൈവവൈതലേ, യേശുവിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ നീ ലോകത്തിന്റെ മുമ്പിൽ അപമാനമാകത്തില്ല, നീ ലോകത്തിന്റെ മുമ്പിൽ നിന്നയാകത്തില്ല, നീ ലോകത്തിന്റെ മുമ്പിൽ പരിഹാസമാകുകയില്ല. എന്നെ മാനിക്കുവാൻ, നിന്നെ മാനിക്കുവാൻ പിതാവായ ദൈവത്തിന് ഇവിടെ കരുതലുകളുണ്ട്. സ്തോത്രം. എല്ലാരും വിചാരിച്ചത് യഹൂദന്മാരെ പേടിച്ച്, റോമാക്കാരെ പേടിച്ച് യേശുവിന്റെ ശവശരീരം ഏറ്റെടുക്കാൻ ആരും വരത്തില്ലെന്നാ ചിന്തിച്ചത്. ആമേ. എന്നാൽ പിതാവായ ദൈവം രണ്ടുന്നതന്മാരെ കരുതി. ജോസഫിനെ കുറിച്ച് പറയുന്നത്, ജോസഫ് ആ സ്റ്റേറ്റിന്റെ മന്ത്രിയാണ്. അദ്ദേഹം മാന്യനായ മനുഷ്യനാണ്. ബൈബിളിൽ എല്ലാ വാക്യവും വായിച്ചു കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ എഴുതിയിരിക്കുന്നത് അദ്ദേഹം ധനാഢ്യനായ മനുഷ്യനാണ്, അദ്ദേഹം മാന്യനായ മന്ത്രിയാണ്, അദ്ദേഹം ശ്രേഷ്ഠനായ മന്ത്രിയാണ്. നിങ്ങൾ കണ്ടോ, യേശുവിന്റെ ശവശരീരം ഏറ്റെടുക്കുവാൻ പിതാവ് കരുതിയത് ശ്രേഷ്ഠനായ മന്ത്രിനെയാണ്, മാന്യനായ മനുഷ്യനെയാണ്, അവിടുത്തെ ഏറ്റവും വലിയ ധനികനായ മനുഷ്യനെയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, തന്റെ സഭയെ മാനിക്കുവാൻ, ദൈവമക്കളെ മാനിക്കുവാൻ ചില ഉന്നതമായ കരുതലുകൾ ദൈവത്തിനുണ്ട്. ആര് പറഞ്ഞില്ല ഇങ്ങനെ ഒരു യോസഫിനെ കരുതിയിട്ടുണ്ടെന്നുള്ള കാര്യം? ക്രൂശിന്റെ ചവിട്ടിൽ വെച്ചാണ് എല്ലാരും അറിയുന്നത്. ജോസഫ് വന്നപ്പോഴാണ് അറിയുന്നത് ഇത്രയും വലിയൊരു മനുഷ്യനെ പിതാവ് തന്റെ ശവസംസ്കാരത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നുള്ള സത്യം അവിടെ അറിയും. കേട്ടോ, യേശുവിന്റെ ശരീരം അവിടെ കിടന്ന് നാറിയോ? ഈച്ച പിടിച്ചോ? അവിടെ കിടന്ന് ചീഞ്ഞോ? അത് പരിഹാസമായോ? ഇല്ല. ആ കൂട്ടത്തിൽ ആര് വന്നു? നിക്കോദിമോസ് ആരാന്നറിയാമോ? യഹൂദ മതക്കോടതിയിലെ വക്കീലാണ് അദ്ദേഹം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ പറയുന്നു, അദ്ദേഹം ഇസ്രായേലിന്റെ ഉപദേഷ്ടാവാണ്, ടീച്ചറാണ്, അദ്ദേഹം വക്കീലാണ്. പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് വേറെ ഒത്തിരി യോഗ്യതകളൊക്കെ ഉള്ള മനുഷ്യനാ. അദ്ദേഹം യഹൂദ കൗൺസിലിന്റെ മെമ്പറാണ്. അങ്ങനെ രണ്ട് ഉന്നതന്മാരെ ദൈവം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. അവരെ ഏകദേശം 100 റാത്തൽ ഓളം വരുന്ന അഖിലും മൂറും എന്ന് പറയുന്ന സുഗന്ധദ്രവ്യത്തിന്റെ കൂട്ട് കൊണ്ടുവന്ന് യേശുവിന്റെ ശവശരീരത്തിൽ പൂശി ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആ ശവശരീരം ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഇതുവരെ ആരെ അടക്കാത്ത കല്ലറയിൽ ആ ശവശരീരം അടക്കി. ഹല്ലേലൂയ പറഞ്ഞ്. പിശാച് ഓർത്തത് അതവിടെ കിടന്ന് നാറുവെന്ന, ചീഞ്ഞു പോകുമെന്ന് വിചാരിച്ചത്, ഈച്ച പിടിക്കുമെന്ന് വിചാരിച്ചു.
ആമേൻ ആമേൻ. യഹൂദന്മാർ അങ്ങനെ ഓർത്തത്. ആരും യേശുവിന്റെ ശവശരീരം ഏറ്റെടുക്കാൻ കാണില്ലെന്നാണ് അവർ ചിന്തിച്ചത്. Praise the Lord. എല്ലാരും അങ്ങനെ ചിന്തിച്ചത്. പക്ഷെ ദൈവത്തിന് കരുതൽ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രാത്രി ദൈവവൈതലേ, നീ ദൈവത്തിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ നിന്നെ ലോകത്തിന്റെ മുമ്പിൽ ഒരു നിന്നയാക്കത്തില്ല, നിന്നെ ഒരു പരിഹാസമാക്കത്തില്ല. നീ ലോകത്തിന്റെ മുൻപില് നാറ്റം പിടിക്കാൻ ദൈവം ഒരിക്കലും നമ്മെ അനുവദിക്കത്തില്ല. യോസഫും വന്നു, നിക്കോദീമോസും വന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതുവരെയും അവർ പരസ്യമായി വന്നില്ല, പക്ഷെ ഇന്ന് അവർ വന്നു. സ്തോത്രം. ക്രൂശിന്റെ ചുവട്ടിൽ അവർ വന്നു. ഇനി അവിടെ എഴുതിയിരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. ഞാൻ അതിലേക്ക് വായിക്കുന്നില്ല. ഞാൻ ആ വാക്യങ്ങളൊക്കെ നിങ്ങളോട് പറയാം, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. മർക്കോസിന്റെ സുവിശേഷം ഏതാണ്ട് 14-ാമത്തെ അധ്യായത്തിന്റെ 42 തൊട്ട് നിങ്ങൾ വായിച്ചാൽ യോസഫിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആ വാക്യം ഇങ്ങനെ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. മർക്കോസിന്റെ സുവിശേഷത്തിലാണ്, 14-ാം അധ്യായത്തിൽ കാണാം. അതിന്റെ 42 തൊട്ട് വായിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. സമയം ഉണ്ടെങ്കിൽ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാവോ? 14:42 തൊട്ട് വായിച്ചാട്ടെ. മർക്കോസ്. என்னை காட்டி கொடுக்கிறவன் இதோ வந்து விட்டான், எழுந்திருங்கள் போவோம் என்றார். உடனே அவர் இப்படி பேசுகையில் 12 ஒருவனாகிய யூதாஸ் வந்தான். அவனோட கூட பிரதான ஆசாரியரும் வேதபாரகரும் மூப்பரும் அனுப்பின திரளான ஜனங்கள் பட்டயங்களையும் தடிகளையும் பிடித்து கொண்டு வந்தார்கள். 15:43 മാത്രം ഒന്ന് എടുത്തു വായിച്ചേ. 43. கனம் பொருந்திய ஆலோசனை காரணம் அரிமத்தியா ஊரானும் தேவனுடைய ராஜ்யம் வர காத்திருந்தவனும் ஆகிய யோசேப்பு என்பவன் வந்து பிலாத்துவினிடத்தில் துணிந்து போய் இயேசுவின் சரீரத்தை கேட்டான். அவர் இத்தனை சீக்கிரத்தில் மரித்து போனாரா என்று பிலாத்து ஆச்சரியப்பட்டு 100க்கு அதிபதியை அழைப்பித்து அவர் இறந்தது இதற்குள்ளே മരിത്തത് അവിടെ എഴുതിയിരിക്കുന്നു. ജോസഫ് ധൈര്യത്തോടെ പീലാത്തോസിന്റെ അടുക്കൽ ചെന്നു യേശുവിന്റെ ശവശരീരം ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. ധൈര്യത്തോടെ അടുത്ത് ചെന്ന് പീലാത്തോസിനോട് ശവശരീരം ചോദിച്ചു. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? ധൈര്യം എന്നുള്ള പദത്തിനടിയിലെ അതിന് വലിയ അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? യേശു ക്രിസ്തുവിന്റെ ശവശരീരം താൻ മേടിച്ചു കഴിയുമ്പോൾ തന്റെ മന്ത്രിസ്ഥാനം പോകും. യഹൂദന്മാര് പറയും അവരുടെ ശത്രുവാണ് യേശു. ഞങ്ങളുടെ ശത്രുവിനെ ഗുരുവായി അംഗീകരിക്കുന്ന മന്ത്രിയെ ഞങ്ങൾക്ക് വേണ്ട. ആ മന്ത്രിസ്ഥാനം പോകും. രണ്ടാമത്തെ കാര്യം, യഹൂദ മഠത്തിലെ അംഗത്വം പോകും. അവര് പറയും ഇനി ഈ മനുഷ്യരെ ഞങ്ങളുടെ പള്ളിയിൽ എന്ത് ചെയ്യത്തില്ല, അംഗത്വം കൊടുക്കത്തില്ല. യാതൊരു കാരണവശാലും ഈ മനുഷ്യനെ ഇനിയും പള്ളിയിലെ അംഗീകരിക്കത്തില്ല. രണ്ടാമത്, യഹൂദന്മാരുടെ ഇടയിലുള്ള തന്റെ എല്ലാ പദവിയും നഷ്ടപ്പെടും. പിന്നെ യഹൂദന്മാരുടെ ഇടയില് തനിക്കുള്ളതായിരിക്കുന്ന അംഗീകാരങ്ങളെല്ലാം പോകും. പക്ഷേ തന്റെ ജോലി ആയാലും തന്റെ മന്ത്രി പദവി പോയാലും തന്റെ അംഗീകാരം പോയാലും യഹൂദ മതം തന്നെ മുടക്കിയാലും താൻ ധൈര്യത്തോടെ വന്നു. ഹല്ലേലൂയ പറഞ്ഞു. ധൈര്യത്തോടെ വന്നു. ഈ രാത്രി ഞാൻ ചോദിക്കുന്നു, ഈ ധൈര്യം നമുക്കുണ്ടോ? എല്ലാവരും തള്ളിക്കളഞ്ഞാലും യേശുവിനെ ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? സ്തോത്രം പറഞ്ഞ്. മതം നമ്മളെ പുറത്തു കളഞ്ഞാലും ജോലി നഷ്ടപ്പെട്ടാലും പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് ധൈര്യത്തോടെ ശവശരീരം ചോദിക്കാൻ അദ്ദേഹം തയ്യാറായി. ഇനി മറ്റൊരു കാര്യം കൂടെ, ഈ ശവശരീരം മേടിച്ച് ശവം അടക്കിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യയും മക്കളും അദ്ദേഹത്തോട് എന്ത് ചോദിക്കും? മന്ത്രിസ്ഥാനം പോകുമ്പോൾ അവിടെയും പ്രശ്നം ഉണ്ടാകും. പക്ഷേ തന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാലും തന്നെ യഹൂദ മതം എടുത്ത് പുറത്തു കളഞ്ഞാലും പള്ളിയിലെ അംഗത്വം പോയാലും തന്റെ മന്ത്രി സ്ഥാനം പോയാലും തനിക്ക് വലുത് യേശുവായിരുന്നു. താൻ ധൈര്യത്തോടെ വന്നു. ഇന്ന് പലർക്കും പലതും വിടാൻ ധൈര്യമില്ല, പലതിനെ മാറ്റി നിർത്താൻ ധൈര്യമില്ല, പലതും നഷ്ടപ്പെട്ടു പോകുമെന്നോർത്ത് യേശുവിന്റെ അടുക്കൽ പരസ്യമായി വരാൻ അവർ തയ്യാറല്ല. എന്നാൽ നിങ്ങൾ നോക്കിക്ക്, ജോസഫ് മന്ത്രിസ്ഥാനം പോയാലും അദ്ദേഹം യേശുവിന്റെ അടുക്കൽ ധൈര്യത്തോടെ വരികയാണ്. യഹൂദ മതം അദ്ദേഹത്തെ മുടക്കാനും അദ്ദേഹം ധൈര്യത്തോടെ വരികയാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ചോദിക്കും, നിങ്ങൾ ഈ മന്ത്രിസ്ഥാനം
കളഞ്ഞു വന്നാൽ നാളെ നമ്മൾ എങ്ങനെ ജീവിക്കും? നമ്മുടെ വരുമാനം എല്ലാം തീർന്നില്ലേ? അദ്ദേഹം പേടിച്ചില്ല, ധൈര്യത്തോടെ നിന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ഈ രാത്രി ഞാൻ ചോദിക്കട്ടെ, ധൈര്യത്തോടെ മുൻപോട്ടിറങ്ങാവോ? ധൈര്യത്തോടെ യേശുവിന് വേണ്ടി നിൽക്കാമോ? ധൈര്യത്തോടെ യേശുവിനെ ഏറ്റെടുക്കാമോ? പലതും നഷ്ടപ്പെട്ടാലും, പലരും കൈവിട്ടാലും, പലരും ഉപേക്ഷിച്ചാലും, സമൂഹത്തിലെ സ്ഥാനങ്ങളും മാനങ്ങളും അംഗീകാരങ്ങളും പോയാലും, ആമേ, ജോസഫ് യേശുവിന് വേണ്ടി ധൈര്യത്തോടെ നിന്നു. ജോസഫ് യേശുവിന് വേണ്ടി ധൈര്യത്തോടെ നിന്നു. ഈ രാത്രി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു, ഈ ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഈ ധൈര്യം നിങ്ങൾക്കുണ്ടോ? യേശുവിനെ ഏറ്റെടുക്കാൻ ധൈര്യമുണ്ടോ? പരസ്യമായി മുൻപോട്ട് വന്ന് മതം മുടക്കിയാലും, ഇവിടുത്തെ ആൾക്കാരെല്ലാം തള്ളിക്കളഞ്ഞാലും, എല്ലാരും ഉപേക്ഷിച്ചാലും, വീട്ടിൽ പ്രശ്നമുണ്ടായാലും യേശുവിനെ സ്വീകരിക്കാൻ ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിക്കോദിമോസ് എന്ത് ചെയ്തു? യഹൂദന്മാരെ പേടിച്ചു ഒരു കാലഘട്ടത്തിൽ. അദ്ദേഹം ഇപ്പൊ ധൈര്യത്തോടെ വന്നിരിക്കുക. അദ്ദേഹത്തിന് ഇപ്പൊ യേശുവിന്റെ അടുക്ക വരാൻ പേടിയില്ല, യേശുവിന്റെ ശവശരീരം മേടിക്കാൻ പേടിയില്ല. അവിടെ നിങ്ങൾ വായിച്ച കേട്ടായിരുന്നോ? യഹൂദന്മാരെ പേടിച്ച് രഹസ്യമായി യേശുവിന്റെ അടുക്കൽ വന്ന ശിഷ്യനാണ് നിക്കോദിമോസ്. എന്നാൽ അദ്ദേഹം ഇപ്പൊ ധൈര്യത്തോടെ വന്നേക്കുക. അദ്ദേഹം ഇപ്പൊ പരസ്യമായിട്ട് വന്നേക്കുക. ആമേ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പലർക്കും പരസ്യമായി യേശുവിനെ ഏറ്റെടുക്കാൻ ഭയപ്പെട്ടിരിക്കുമ്പോൾ, പേടിച്ചിരിക്കുമ്പോൾ, ജോസഫിനെയും നിക്കോദിമോസിനെയും നിങ്ങൾ നോക്കിക്കേ, അവർ ധൈര്യത്തോടെ വന്ന് യേശുവിനെ ഏറ്റെടുത്തു. നല്ല ഒരു ലെനിൻ കച്ചയിലെ യേശുവിന്റെ ശവശരീരം ഏറ്റെടുത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആമേ സുഗന്ധ ദ്രവ്യങ്ങൾ ഇട്ട് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ആ ശവസംസ്കാരം നടന്നു. പിശാച് എന്താ ചിന്തിച്ചത്? ആരും വരത്തില്ല, ആരും വരത്തില്ല. ഇത് കുറെ നേരം വെയിൽ കൊള്ളുമ്പോ ചീയും, പിന്നെ അത് നാറും, പിന്നെ ഈച്ച പിടിക്കും. അത് കഴിയുമ്പോഴത്തേന് മുനിസിപ്പാലിറ്റി നാള് വന്ന് ഇത് എടുത്തോണ്ട് പോയി മുനിസിപ്പാലിറ്റിയുടെ പുറമ്പോക്കി കൊണ്ടിടുവെന്ന് പിശാച് ചിന്തിച്ചപ്പോൾ, യഹൂദ മതം ചിന്തിച്ചപ്പോൾ, യഹൂദന്മാര് ചിന്തിച്ചപ്പോൾ, നമ്മുടെ യേശുവിനെ ശവമടക്കിയത് രാജകീയമായിട്ടാണ്. ഒരല്ലേലൂയ പറഞ്ഞ്. അതിനുവേണ്ടി നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ പിതാവായ ദൈവം നമ്മുടെ യേശു ക്രിസ്തുവിന്റെ ശവസംസ്കാരത്തിന് വേണ്ടി രഹസ്യ ശിഷ്യന്മാരെ കരുതിയ ദൈവം വലിയവനാ. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, യേശുവിന്റെ ശവശരീരത്തെ മാന്യമായ രീതിയില് അതിനെ ശവസംസ്കാരം ചെയ്യാന് പിതാവായ ദൈവം ഇവിടെ ചിലരെ കരുതിയെങ്കിൽ യേശുവിന്റെ ശരീരമാണ് തന്റെ സഭ. ആ സഭയെ ആമേ മാനിക്കപ്പെടുവാൻ, ആ സഭയെ ഹല്ലേലൂയ ലോകത്തിന്റെ മുമ്പിൽ നിന്നയാകാതിരിക്കാൻ, അതൊരു പരിഹാസമാകാതിരിക്കാൻ പിതാവായ ദൈവം കരുതും, വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ പറയാൻ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന് മുമ്പിൽ എല്ലാരും ഹല്ലേലൂയ പറഞ്ഞേ. ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് എന്താണ്? ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന രഹസ്യ ശിഷ്യന്മാരെ. ആരൊക്കെയാ? നിക്കോദിമോസും ജോസഫും. ക്രൂശിന്റെ ചുവട്ടിൽ കള്ളന്മാരെ, ക്രൂശ് ചുമന്ന ശീമോനെ, കടന്നു പോകുന്ന കൂട്ടരെ. പിന്നെ നമ്മൾ എന്താ ചിന്തിച്ചത്? പരിഹസിക്കുന്ന കൂട്ടരെ. അടുത്തത് എന്താ നമ്മൾ ചിന്തിച്ചത്? വസ്ത്രം പങ്കിടുന്ന കൂട്ടരെ. സ്വത്രം എന്തിനു വേണ്ടി? പൈസയ്ക്ക് വേണ്ടി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഒരു കൂട്ടര് കടന്നു പോകുമ്പോൾ, അവര് പരിഹസിക്കുമ്പോൾ, വസ്ത്രം പങ്കിടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. പിന്നെ ആമേൻ, ഒരു കൂട്ടര് ആമേൻ മുതലെടുപ്പ് നടത്തുമ്പോൾ ധൈര്യത്തോടെ വരുന്ന രണ്ടു ഉന്നതന്മാരെ യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യേശുവിന്റെ ശവശരീരം എടുത്തുകൊണ്ട് പോയി ആരെയും അടക്കിയിട്ടില്ലാത്ത കല്ലറയിൽ, ഏറ്റവും പുതിയ കല്ലറയിൽ, ഏറ്റവും ഉന്നതമായ നിലയിൽ ആ ശവസംസ്കാര ശുശ്രൂഷ പിതാവായ ദൈവം പണ്ടേ കരുതിയിരുന്നു. ഹല്ലേലൂയ പറ. അപ്പൊ ഈ ദൈവം തന്റെ സഭയെ കരുതുമ്പോ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൂടി അവസാനിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നിറയ്ക്കുന്നവൻ. അവൻ എന്ത് നിറച്ചു? 12 കൊട്ട അപ്പവും നിറച്ചു, 5000 പുരുഷന്മാർക്ക് ആമേൻ നിറച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? മടങ്ങ് മുങ്ങുമാറാകുമ്പോഴും മീൻ നിറച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? 153 വലിയ മീനുകളെ കൊണ്ട് വല നിറച്ചു. പിന്നെ എന്ത് ചെയ്തു? 7 വട്ടി അപ്പം ഒരു സമയത്ത് നിറച്ചു കൊടുത്തു. പിന്നെ അവൻ എന്ത് ചെയ്തെന്ന വായിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ഇരുന്ന വീട് അവൻ നിറച്ചു. പിന്നെ അവൻ എന്ത് ചെയ്തു? 120 പേര് കൂടി അവരുടെ മേൽ ആത്മാവിനെ നിറച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. അത്
അതുകൊണ്ട് ഈ രാത്രിയിൽ എല്ലാം നിറയ്ക്കുന്ന ദൈവം ഇവിടെ ഉണ്ട്. എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി നിറവ് കൊടുക്കുന്ന ദൈവം ഈ രാത്രി നമ്മളെ നിറയ്ക്കാൻ ശക്തനാണ്. അല്ലെങ്കിൽ കർത്താവേ, എന്റെ വീട്ടിലൊന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല, ഞാൻ ആകെ തകർന്നു കിടക്കുകയാണ്, ഞാൻ ആകെ ശൂന്യമാണ് എന്നാരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ഈ രാത്രി സമർപ്പിക്കൂ. നിറയ്ക്കാൻ അവൻ ശക്തനാണ്, നിറയ്ക്കാൻ അവൻ ശക്തനാണ്. ഇരുന്ന വീട് മുഴുവനും നിറച്ചു. അവിടെ വന്ന വിശ്വാസികളെ മാത്രമല്ല, ആ വീടിനെയും നിറച്ചതെയും നമ്മുടെ വീട്ടിലെയും ഇല്ലായ്മകളെ നിറയ്ക്കാൻ, നമ്മുടെ വീട്ടിലെയും പോരായ്മകളെ നിറയ്ക്കുവാൻ, നമ്മുടെ എല്ലാ അവസ്ഥയിലും നിറയ്ക്കുവാൻ ഈ കർത്താവ് ശക്തനാണ്. ഏറ്റവും ഒടുവിലായിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്കൊന്നുകൂടെ നോക്കാം. ക്രൂശിന്റെ ചുവട്ടിൽ ഇപ്പൊ എത്ര കൂട്ടരെ നമ്മൾ കണ്ടു? 1, ക്രൂശ് ചുമന്ന ശീമോൻ. 2, കടന്നു പോകുന്നവർ. 3, കള്ളന്മാർ. 4, പരിഹസിക്കുന്നവർ. 5, വസ്ത്രം പങ്കിടുന്നവർ. 6, രഹസ്യ ശിഷ്യന്മാർ. ബാക്കി കിടക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ 6 കൂട്ടര് യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലുണ്ട്. പിന്നെ എന്തുണ്ട്? ഇവരെ കൂടാതെ സ്ത്രീകൾ, യേശുവിന്റെ അമ്മ മറിയ, അമ്മയുടെ അനിയത്തി മറിയ, മഗ്ദലന മറിയ. അപ്പൊ 6 × 7 ആയോ? പിന്നെ 7, 8 ആയോ? ആരാ? ശിഷ്യന്മാരെ, യോഹന്നാൻ. അങ്ങനെ 8 കൂട്ടരെ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടു, യേശുവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ കണ്ടു. ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഇനി നമുക്ക് ഇതിനെ 2ആയിട്ട് തിരിക്കാം. 8 കൂട്ടരെ. 1, ക്രൂശിനെ തള്ളിക്കളയുന്നവർ. 2, ക്രൂശിനെ അംഗീകരിക്കുന്നവർ. ഈ രാത്രി ദൈവമക്കളെ, ആ ക്രൂശിനെ ഏറ്റെടുക്കുന്ന കൂട്ടരാണ് നമ്മളെ. ആ ക്രൂശിൽ സമർപ്പിക്കുന്ന കൂട്ടരാണ് നമ്മളെ. ആ ക്രൂശിന്റെ മുൻപിൽ ആമേൻ ആമേൻ ആമേ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ് നമ്മളെ. പലരും ക്രൂശിനെ തള്ളുമ്പോൾ, അതിന്റെ വചനത്തെ തള്ളുമ്പോൾ, ക്രൂശിലൂടെ വെളിപ്പെട്ട രക്ഷയെ തള്ളുമ്പോൾ, ക്രൂശിലൂടെ വെളിപ്പെട്ട അനുഗ്രഹത്തെ തള്ളിക്കളയുമ്പോൾ, ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ ക്രൂശിനെ ഏറ്റെടുക്കുന്ന രഹസ്യ ശിഷ്യന്മാരെ നമ്മൾ കണ്ടു. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ ക്രൂശിനെ ഏറ്റെടുക്കുന്ന ശീമോനെ നമ്മൾ കണ്ടു. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ ആ ക്രൂശിനെ ഏറ്റെടുക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാരെ നമ്മൾ കണ്ടു. ഈ രാത്രിയില് ഒരു കൂട്ടര് ക്രൂശിനെ തള്ളി അതിനെ അപമാനിച്ച് കടന്നു പോകുമ്പോൾ, ഇതാ യേശുവിനെ, ആ ക്രൂശിനെയും സ്വീകരിക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാം. യേശുവിനെയും ക്രൂശിനെയും സ്വീകരിക്കുന്ന രഹസ്യ ശിഷ്യന്മാരെ നമുക്ക് കാണാം. യേശുവിനെയും ക്രൂശിനെയും സ്വീകരിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരെ നമുക്ക് അതിന് ചുവട്ടിൽ കാണാം. യേശുവിനെയും ക്രൂശിനെയും സ്വീകരിക്കുന്ന ഒരു ശീമോനെ നമുക്ക് അവിടെ കാണാം. അതുകൊണ്ട് ഈ രാത്രി ദൈവമക്കളെ, യേശുവിനെയും ക്രൂശിനെയും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ രാത്രി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. എല്ലാരും സമർപ്പിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുൻപില് ആ ക്രൂശ് ഏറ്റെടുത്ത്, ആ ക്രൂശിന്റെ വചനം ഏറ്റെടുത്ത്, ആ ക്രൂശിന്റെ ദൂത് ഏറ്റെടുത്ത്, ആ ക്രൂശിലൂടെയുള്ള വിടുതൽ ഏറ്റെടുത്ത്, ആ ക്രൂശിലൂടെയുള്ള രക്ഷ ഏറ്റെടുത്തുകൊണ്ട് നാഥ, ഞങ്ങളെ സമർപ്പിക്കുകയാണ്, ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാവരും സമർപ്പിച്ചാട്ടെ. എല്ലാവരും സമർപ്പിച്ചാട്ടെ. കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ രാത്രി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. പാർശ്വ മുമ്പോട്ട് കടന്നു എല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ബ്രദർ അവിടെ പോയിരുന്നാട്ടെ. യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കാൽവരി രക്തത്താൽ ജയം. ഓറി ബാബാ ബാബാ ബാബാ. കാൽവരി, 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 കാൽവരി. നന്ദി യേശുവേ, നന്ദി.
കിടന്ന് ഇളക്കാതെ വെള്ളം എടുത്തോണ്ട് ഓടിക്കോ താൻ, അത് ശ്രദ്ധിക്കണ്ട. വെള്ളം എടുത്തോ, ഓടിക്കോ ഓടിക്കോ ഓടിക്കോ, സ്ഥലം വിട്ടോ, സ്ഥലം വിട്ടോ വേഗം. അവനിലത്രേ അടിസ്ഥാന അവനിലത്രേ ആശ്വാസത്തിൽ യേശുവിൽ കണ്ടേ ഞാനോ. യേശുവിൽ കണ്ടേ ഞാനോ, യേശുവിൽ കണ്ടേ ഞാനും, യേശുവിൽ കണ്ടേ ഞാനും. Praise the Lord, praise the Lord, praise the Lord, praise the Lord. നന്ദി.